ഹായ്, നമുക്കിന്ന് എഗ് പ്ലാന്റ് ഉപയോഗിച്ച് സ്പഗേത്തി പാസ്ത ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അധികം പരിപാടിയൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് വലിപ്പമുള്ള ഒരു എഗ് പ്ലാന്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ എഗ് പ്ലാന്റ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പല വിഭവങ്ങളും ഇവരുണ്ടാക്കാറുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടൊമാറ്റോയും 3-4 ക്ലൗസും അധികം എരിവില്ലാത്ത ഒരു ചില്ലിയും എടുക്കാം. ഈ ചില്ലിക്ക് പകരം ബെൽ പെപ്പർ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഗാർലിക് വലുതായതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി എഗ് പ്ലാന്റിൻ്റെ ഈ ഗ്രീൻ പാർട്ടൊക്കെ ഒന്ന് മാറ്റി മുഴുവനൊന്ന് പീൽ ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി ഇടുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ അത് പീൽ ചെയ്യുന്നത് കേട്ടോ. 2ആയി കട്ട് ചെയ്ത് വലിയ പീസായിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. നന്നായി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിൻ പെട്ടെന്ന് എടുത്ത് കളയാവുന്നതാണ് കേട്ടോ. അതിന് കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ സീഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയണേ. നിങ്ങൾ ഈ എഗ് പ്ലാന്റ് വെച്ച് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് പ്ലാന്റ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് വലിയ ഗാർലിക് ആയതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിടുവാണേ. ക്ലൗസ് ആണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ടൊമാറ്റോസും ചില്ലിയും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് സ്പഗേത്തി വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് തിളയ്ക്കുമ്പോൾ സ്പഗേത്തി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി കുക്കായി വരുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പോകാനൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. പ്ലാന്റും ഗാർലിക്കും ഒക്കെ നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നമുക്കതൊന്ന് നന്നായി സ്മാഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗേത്തി ചേർത്ത് കൊടുക്കാം. എല്ലാം ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് സ്വീറ്റ് അല്ല കേട്ടോ. കുറച്ച് ഗ്രേറ്റഡ് യെല്ലോ ചീസും ചേർത്ത് കൊടുത്ത് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കണേ.